പ്രിയ ദൈവത്തിലെ ചിലത് നിന്നെ ശല്യം ചെയ്തില്ല എന്ന് കരുതി നീ അതിനെ വിട്ടുകളയരുത്. ആത്മദീർഘ വീക്ഷണത്തോടുകൂടെ നീ അതിനെ കണ്ടിട്ട് അതിനകത്ത് ആത്മീകമായ ജയമെടുക്കാനിടയായി തീരണം. മോർണിംഗ് മന്നായിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രഭാതം കൂടെ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു ദൂത് ഞാൻ നിങ്ങളോട് കൈമാറുക. 1 ദിനവൃത്താന്തം 11-ാമത്തെ അധ്യായം 22-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗവും 23-ാമത്തെ വാക്യവും. 1 ദിനവൃത്താന്തം 11-ന്റെ 22-ന്റെ അവസാനം 23-ാം വാക്യം. കപ്സേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകനായ ബെനായാവും വീര്യപ്രവർത്തികൾ ചെയ്തു. അവൻ മോവാബിലെ അരിയേലിൻ്റെ 2 പുത്രന്മാരെ സംഹരിച്ചതല്ലാതെ ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെയും കൊന്നുകളഞ്ഞു. അവൻ 5 മുഴം പൊക്കമുള്ള ദീർഘകായനായൊരു മിസ്രീമിനെ സംഹരിച്ചു. ആ മിസ്രീമിൻ്റെ കയ്യിൽ നെയ്ത്തുകാരൻ്റെ പടിപ്പുതടി പോലെ ഒരു കുന്തമുണ്ടായിരുന്നു. ഇവനോ ഒരു വടിയും കൊണ്ട് അവൻ്റെ അടുക്കൽ ചെന്ന് മിസ്രീമിൻ്റെ കയ്യിൽ നിന്ന് കുന്തം പിടിച്ചു പറിച്ചു കുന്തം കൊണ്ടവനെ കൊന്ന് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദൂത പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തന്നത്. അതിനകത്ത് പറയുന്ന ഹിമകാലത്ത് ഒരു സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് കടന്നു എന്ന് ആരെയും ശല്യം ചെയ്യാതെ കിടക്കുന്ന ഒരു സിംഹത്തെ പിടിച്ച് അടിച്ചു കൊന്ന ബെനായാവ്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ സിംഹം ഇപ്പോൾ എങ്ങനെ കിടക്കുക? ആമേൻ. ഇരയെ പിടിച്ച് കഴിച്ച് വയറ് നിറഞ്ഞു കിടക്കുക. ആമേൻ. ഹിമകാലത്ത് ആരെങ്കിലും പുറത്തിട്ടിറങ്ങുമോ? ഇല്ല. പക്ഷെ ബെനായാവ് എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ദാവീദിൻ്റെ അകമ്പടി നായകൻ ചെയ്ത ദീർഘവീക്ഷണത്തോട് ചെയ്ത ഒരു പ്രവൃത്തിയാണ് നമ്മളവിടെ കാണുന്നത്. ഇത് ആർക്കും ഇപ്പം ശല്യം ചെയ്യുന്നില്ല. പക്ഷെ അവൻ ആത്മാവിൽ കാണുക, വരും ദിവസങ്ങളിൽ എന്നെ ഇത് ശല്യപ്പെടുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. എൻ്റെ കുടുംബത്തെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ഇത് കഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ദീർഘവീക്ഷണത്തോടെ ആ ഗുഹയ്ക്കകത്തേക്ക് കയറി. ഞാനിതൊരു യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ചിലതിൻ്റെ അകത്തോട്ട് നീ കയറണം കേട്ടോ. ആത്മാവി ചിലതിൻ്റെ അകത്തോട്ട് നീ കയറണം കേട്ടോ. അകത്തോട്ട് കയറിയാൽ എന്ത് ചെയ്യുന്നറിയാമോ? ചിലതിനെ നീ കാണും. ആമേൻ. നിൻ്റെ തലമുറ കഴിഞ്ഞ നാളുകളിൽ നിന്നെ ശല്യം ചെയ്ത, നിൻ്റെ പിതാവിനെ മാതാവിനെ ശല്യം ചെയ്ത, മുൻ തലമുറകളെ ശല്യം ചെയ്തത് ഇനി അടുത്തൊരു തലമുറയെ തൊടാതെ വണ്ണം നീ ആത്മാവിൽ അതിനെ അടിച്ചു കൊല്ലും. നീ അതിനെ ആത്മാവിൽ ഹല്ലേലൂയ നിർവീര്യമാക്കും. അതിൻ്റെ ശക്തിയെ നിർവീര്യമാക്കും. ബെനായാവ് ദീർഘവീക്ഷണത്തോട് ഇത് ചെയ്തതുപോലെ ഈ ദിവസങ്ങളിൽ ചിലത് ദീർഘവീക്ഷണത്തോടെ ചെയ്യാൻ ദൈവാത്മാവ് നമ്മളോട് പറയുകയാണ്. അടുത്ത നോക്കിയേ, ദീർഘകായകനായ ഒരു മിസ്രീമിനെ അവൻ കൊല്ലുന്നത് കണ്ടോ? ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ ആത്മമണ്ഡലത്തിൽ നമ്മൾ എടുക്കണം, ആത്മാവിൽ ഇതെടുക്കണം. നമ്മുടെ നേരെ വരുന്ന ചിലത് കണ്ടോ? അവന് നേരെ എന്തുവാ ചെന്നത്? ഒരു കുന്തവുമായിട്ട് കണ്ടോ? ഒരു കുന്തവുമായിട്ട് ഈ മിസ്രീമ്യൻ വരുക അവൻ്റെ ജീവനെ അപഹരിക്കാൻ. പക്ഷേ ബെനായാവ് ദൈവ പൈതലായതുകൊണ്ട് അവൻ്റെ കയ്യിൽ ഒരു വടിയേ ഉള്ളായിരുന്നു. ഈ 2 സംഭവം നമുക്ക് ദാവീദുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് പഠിക്കാൻ കഴിയും. ദാവീദിൻ്റെ നേരെ സിംഹം വന്നപ്പോൾ എന്ത് ചെയ്തു? അവൻ അതിനെ വലിച്ചു കീറി. ഇല്ലേ? ഹല്ലേലൂയ. പിന്നത്തേതിൽ അത് എന്തായി മാറി? പിന്നത്തേതിൽ ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ അതൊരു കാരണമായി മാറി. ഇപ്പോൾ നോക്കിയേ, സിംഹത്തെ വലിച്ചു കീറിയിട്ട് വന്ന ബെനായാവിൻ്റെ മുമ്പിൽ ദീർഘകായകനായ ഒരു ഒരു മിസ്രീമ്യൻ നിൽക്കുക. മറ്റേത് മല്ലനായിരുന്നു, ഇത് മിസ്രീമ്യനാണ് കേട്ടോ. കുന്തം കൊണ്ടുവരുമ്പോൾ ആ കുന്തം പിടിച്ചു മേടിച്ചിട്ട് എന്തു ചെയ്തു? അവനെ കുത്തിക്കളഞ്ഞു. ദാവീദും ഇതല്ലേ ഗോലിയാത്തിൻ്റെ നേരെ ചെയ്തത്? വടിയുമായിട്ട് അവൻ ചെന്നു. ഹല്ലേലൂയ. അവൻ്റെ വാള് പിടിച്ചു മേടിച്ച് അവനെ കൊല്ലുവാനിടയായിത്തീർന്നു. ഇത് ഹല്ലേലൂയ പിന്നത്തേതിൽ അവനെ വീരനാക്കി മാറ്റാനിടയായിത്തീർന്നു ബെനായാവിനെ. ആരുടെ? ദാവീദിൻ്റെ അവൻ്റെ അകമ്പടി നായകനാക്കി മാറ്റി. ഈ ദിവസങ്ങളിൽ ദൈവ പൈതലേ, ദൈവം നിനക്ക് ചില അവസരം തരും. നിൻ്റെ ആത്മീയ ആയുധങ്ങൾ നീ ഉപയോഗിക്കുക. ശത്രുവിൻ്റെ കൈ ചിലപ്പോൾ ചില വലിയ ആയുധങ്ങളൊക്കെ കാണുമായിരിക്കും കേട്ടോ. വലിയതെന്ന് തോന്നുന്ന ചിലതൊക്കെ കാണുമായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, അതിനെക്കാട്ടി വലുത് നമ്മളോട് കൂടെയുണ്ട്. അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയവൻ നമ്മളോട് കൂടെയുണ്ട്. ഒന്ന് പറഞ്ഞേ, അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയവൻ
നമ്മളോട് കൂടെയുണ്ട്. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാണ്. നിന്നെ വിടുവിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ പ്രവൃത്തി വീണ്ടും കാണുവാൻ നമുക്കിടയാകട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതം ചില ബെനായാവുമാരായി മാറുവാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ശല്യം ചെയ്തില്ലെങ്കിലും അടുത്ത തലമുറയ്ക്ക് ശല്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് ആത്മനിയോഗത്തോടെ ചില ശക്തികളെ അഭിഷേകത്താൽ പ്രാർത്ഥനയാൽ കീഴടക്കാൻ സ്വർഗം ഞങ്ങൾക്ക് കൃപ തന്നാട്ട്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.